ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങളെവരെയും വളരെ വിനീതമായി പ്രഭാതവചനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് വേദപുസ്തക ചരിത്രം. വേദപുസ്തക ചരിത്രം BC 1500 മുതൽ AD 100 വരെയുള്ള 1600 വർഷങ്ങൾ കൊണ്ട് 40-ൽ പരം എഴുത്തുകാർ എഴുതിയതാണ് വേദപുസ്തകം. അതിൽ രാജാക്കന്മാർ, വൈദ്യന്മാർ, ചുങ്കക്കാർ, പ്രവാചകന്മാർ, കവികൾ, പ്രഭുക്കന്മാർ, പുരോഹിതന്മാർ, മുക്കുവന്മാർ, ആട്ടിടയന്മാർ, കൃഷിക്കാർ തുടങ്ങിയ സമൂഹത്തിലെ വിവിധ സംസ്കാരത്തിൽ നിന്നുള്ള പഠിപ്പുള്ളവരും പഠിപ്പില്ലാത്തവരും ആയ അനേകർ ഉൾപ്പെടുന്നു. വേദപുസ്തകം എബ്രായ, ഗ്രീക്ക്, അരമായ ഭാഷകളിൽ പാപ്പിറസ് ചെടിയുടെ തോല്, ചർമ്മ ലിഖിതങ്ങൾ, മെഴുകുതിരി പലകകൾ, കൽപ്പലകൾ തുടങ്ങിയ പ്രതലങ്ങളിൽ ഏഷ്യ, ആഫ്രിക്ക, യൂറോപ്പ് എന്നീ ഭൂഖണ്ഡങ്ങളിൽ ഇരുന്നു കൊണ്ട് എഴുതിയതാണ്. ദാവീദ് യുദ്ധസമയങ്ങളിൽ, സോളമൻ സമാധാന വേളയിൽ, ലൂക്കോസ് കപ്പൽ യാത്ര വേളയിൽ, പൗലോസ് ജയിലിൽ കിടന്നപ്പോൾ, മോശ വനാന്തരങ്ങളിലും മരുഭൂമിയിലും, യോഹന്നാൻ പദ്മോസ് ദ്വീപിലും വെച്ച് എഴുതി. അങ്ങനെ ബൈബിളിലെ അവസാന എഴുത്തുകാരനായ യോഹന്നാൻ സ്ലിഹ ജനിക്കുന്നതിന് ഏതാണ്ട് 1450 വർഷങ്ങൾക്ക് മുമ്പ് ആദ്യ എഴുത്തുകാരനായ മോശ ജനിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇതിനിടയിൽ 60ഓളം തലമുറകൾ ജീവിച്ചിരുന്നു. ഇവരുടെ കാലം, ഭാഷ, തൊഴിൽ, സംസ്കാരം, സ്ഥലം ഇവ വളരെ വിഭിന്നമായിരുന്നുവെങ്കിലും വേദപുസ്തകത്തിൽ യാതൊരു പൊരുത്തക്കേടും ഇല്ലാതെ തുടക്കം മുതൽ അവസാനം വരെ ആശയവൈരുദ്ധ്യം ഒട്ടും ഇല്ലാതെ പരസ്പരം കൃത്യമായി ഒറ്റ ആത്മാവിൽ യോജിച്ച് കിടക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. BC 2-ാം നൂറ്റാണ്ടിലെ സിറിയൻ രാജാവായിരുന്ന അന്ത്യോക്കസ് എപ്പിഫാനസ്, AD 4-ാം നൂറ്റാണ്ടിലെ റോമൻ ചക്രവർത്തി ഡയോക്ലഷ്യൻ, 14-ാം നൂറ്റാണ്ടിലെ റോബർട്ട് ഇംഗർബോൾ എന്നീ നാസ്തികർ ഒക്കെ പരമാവധി ശ്രമിച്ചു വേദപുസ്തകം നശിപ്പിക്കുവാൻ. അവരെല്ലാം മരിച്ചു മണ്ണടിഞ്ഞുവെങ്കിലും ഈ മഹാഗ്രന്ഥം ഇന്നും ഭൂമിയിൽ അജയമായി നിലകൊള്ളുന്നു. 18-ാം നൂറ്റാണ്ടിൽ തോമസ് സ്പെയിൻ എന്ന ഒരു നിരീശ്വരവാദി വേദപുസ്തകത്തിനെതിരെ ഒരു റിസർ എന്ന പുസ്തകം എഴുതി. അവസാനം മദ്യപാനിയായി മരിച്ച അയാൾ ഒടുവിൽ ഇങ്ങനെ പറഞ്ഞു: എൻ്റെ പുസ്തകത്തിൻ്റെ കോപ്പികൾ മുഴുവൻ ചുട്ടുകളയണം. പിശാചിന് പൂർണ്ണമായി അവകാശപ്പെടാവുന്നതാണ് ആ പുസ്തകം. അത് ആരും വായിക്കരുത്. 100 വർഷങ്ങൾക്ക് ശേഷം വേദപുസ്തകത്തിൻ്റെ ഒരൊറ്റ കോപ്പി പോലും ഉണ്ടായിരിക്കില്ല ഭൂമിയിൽ ഉണ്ടായിരിക്കില്ല എന്ന് വോൾട്ടയർ പറഞ്ഞു. 12 വർഷങ്ങൾക്ക് ശേഷം താൻ ജനിക്കില്ലായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. യേശുവേ ദൈവമേ, ഞാനിതാ ദൈവത്താലും മനുഷ്യരാലും കൈവിടപ്പെട്ടവനായി മരിക്കുന്നു എന്ന് വളരെ നിരാശയോടെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ലോകവാസം വെടിഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രസ് ജനീവ ബൈബിൾ സൊസൈറ്റി വിലയ്ക്ക് വാങ്ങിയതായി നമുക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കും. നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു: വേദപുസ്തകം കേവലം ഒരു പുസ്തകമല്ല, പിന്നെയോ പ്രവർത്തനക്ഷമമായ ഒരു ആളത്വമായി അത് നിലകൊള്ളുന്നു. അതിൻ്റെ വ്യാപാരത്തെ ചെറുക്കുന്ന ഏത് ശക്തിയെയും അത് കീഴടക്കി കളയും. നോഹയുടെ പെട്ടകം മഹാപ്രളയത്തിലും തകരാതിരുന്നതുപോലെ ചാരക്കൂമ്പാരങ്ങൾക്ക് മുകളിൽ വേദപുസ്തകം ഇന്നും ഈ ഭൂമിയിൽ കാലാന്തരങ്ങളിലൂടെയുള്ള അതിൻ്റെ യാത്ര ദൈവാത്മാവിൽ വിജയകരമായി തുടരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നരഭോജികളായ ആഫ്രിക്കൻ മനുഷ്യരെ മനുഷ്യ സ്നേഹത്തിൽ ആക്കിയതും അക്രമികളെയും ക്രൂരന്മാരെയും സമസൃഷ്ടികളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നവരാക്കിയതും ആലംബഹീനർക്ക് സേവനം ചെയ്യുവാനുള്ള ദൈവീക പ്രേരണയും വേദപുസ്തകത്തിലെ വചനങ്ങൾ പകർന്നു കൊടുത്തു എന്ന് നമുക്ക് ചരിത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കും. എണ്ണിയാൽ ഒടുങ്ങാത്ത ലക്ഷോപലക്ഷം ജനങ്ങൾ നന്മയിലേക്കും നിത്യജീവനിലേക്കും യഥാർത്ഥ ദൈവഭക്തിയിലേക്കുമുള്ള നിർമ്മലമായ ദൈവീക പ്രചോദനം പരിശുദ്ധാത്മാവിലൂടെ പകർന്നു കൊടുക്കുന്നതും ബൈബിളിലെ
ദൈവവചനം തന്നെ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ടാ ബിബ്ലിയ, അതിൻ്റെ അർത്ഥം ചെറിയ പുസ്തകങ്ങൾ എന്ന് അർത്ഥം വരുന്ന ഈ ബഹുവചന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ബൈബിൾ എന്ന വാക്ക് ഉണ്ടായത്. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ വേദപുസ്തകത്തിൽ 66 ചെറു പുസ്തകങ്ങൾ ചേർന്നതാണ്. പഴയ നിയമം 39ഉം പുതിയ നിയമത്തിൽ 27ഉം ചേർന്ന് മൊത്തത്തിൽ 66 പുസ്തകങ്ങൾ ഉണ്ട് എന്നുള്ള വിവരം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ബൈബിൾ പുസ്തകങ്ങളോട് സാമ്യമുള്ള പല പുരാതന പുസ്തകങ്ങളും കണ്ടുകിട്ടിയെങ്കിലും അവയിൽ ചില വാചകങ്ങൾ ബൈബിളിലെ പുസ്തകങ്ങളെ ഒന്നാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനങ്ങൾക്ക് നേരെ വിപരീതമായതിനാൽ അവയെ 66 പുസ്തകങ്ങളുടെ കൂടെ ചേർക്കുവാൻ നമ്മളുടെ പിതാക്കന്മാർ അഥവാ വേദപണ്ഡിതന്മാർ തയ്യാറായില്ല. പഴയ നിയമത്തിൽ മനുഷ്യ സൃഷ്ടിയെക്കുറിച്ചും മനുഷ്യൻ പിശാചിന്റെ പിടിയിൽ ആയി നിത്യജീവനെ നഷ്ടപ്പെടുത്തിയതും ആ നിത്യജീവനെ തിരികെ പിടിക്കുന്നതിനായി ലളിതമായ കൽപ്പനകളിൽ മനുഷ്യന് കൽപ്പനകൾ കൊടുത്തതിനെ കുറിച്ചും ആ കൽപ്പനകളിലൂടെ മനുഷ്യന് നിത്യജീവൻ തിരികെ പിടിക്കാൻ ഒക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ദൈവം സ്വയം ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും മനുഷ്യരുടെ പാപങ്ങളെ സ്വയം ഏറ്റെടുത്തുകൊണ്ട് ക്രൂശ് സ്വീകരിക്കുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നീട് പരിശുദ്ധാത്മാവിനാൽ മനുഷ്യരെ നിറയ്ക്കുകയും ചെയ്തതായ കാര്യങ്ങൾ വളരെ വ്യക്തമായി ഈ പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. AD 1263 കർദിനാൾ കോറോഹുയോ ആണ് വേദപുസ്തകത്തിൽ അധ്യായം ആയി തിരിച്ചത്. AD 1551 റോബർട്ട് സ്റ്റീഫൻ ഓരോ അധ്യായത്തെയും വാക്യമായി തിരിച്ചു. അങ്ങനെ ആകെ പുസ്തകങ്ങൾ 66, അധ്യായങ്ങൾ 1189, ആകെ വാക്യങ്ങൾ 31,083. പഴയ നിയമത്തിൽ പുസ്തകങ്ങൾ 39, പഴയ നിയമത്തിൽ ആകെ അധ്യായങ്ങൾ 929, പഴയ നിയമത്തിലെ ആകെ വാക്യങ്ങൾ 23,131. പുതിയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളും അധ്യായങ്ങൾ 260, വാക്യങ്ങൾ 7,952 ആണ്. വേദപുസ്തകം ഏതാണ്ട് 70 മണിക്കൂറുകൾ കൊണ്ട് തുടർച്ചയായി വായിച്ചു തീർക്കാവുന്നതേ ഉള്ളൂ. വേദപുസ്തകത്തിലെ മധ്യവാക്യം ബൈബിളിലെ ആകെ ഉള്ള അന്തസത്തയാണ്. മനുഷ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. 118-ാം സങ്കീർത്തനം 8-9 വാക്യങ്ങളാണത്. ബൈബിളിലെ തിരുവെഴുത്തുകളൊന്നും മനുഷ്യരുടെ സ്വയമായ പ്രചോദനത്താൽ ഉളവായതല്ല. അതിലെ വചനം ഒന്നും തന്നെ മനുഷ്യന്റെ ഇഷ്ടത്താൽ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ച് സംസാരിച്ചവയാണ് എന്ന് പരിശുദ്ധനായ പത്രോസ് ശ്ലീഹ പൊതുവിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 20-21 വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. വേദപുസ്തകത്തിലെ ദൈവവചനങ്ങൾ സത്യമെന്ന് തെളിയിക്കുന്നത് പരിശുദ്ധാത്മാവ് ആണ്, മറിച്ച് അത് എഴുതിയ മനുഷ്യൻ അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. കേരളത്തിലെ ക്രൈസ്തവ സഭ സുദീർഘമായ പാരമ്പര്യം അവകാശപ്പെടുന്നുണ്ടെങ്കിലും 19-ാം നൂറ്റാണ്ടിലെ ആരംഭകാലം വരെ അവർക്ക് അവരുടെ മാതൃഭാഷയിൽ വേദപുസ്തകം ലഭ്യമായിരുന്നില്ല. മലയാള ദേശത്തിലെ ക്രൈസ്തവർ ഉപയോഗിച്ചു വരുന്ന സുറിയാനി ഭാഷയിലുള്ള വേദപുസ്തകവും കുർബാനക്രമവും ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ അതിൻ്റെ ആരംഭത്തിൽ CMS മിഷണറിമാര് വന്നതോടുകൂടി മലയാള ദേശത്തിലെ ക്രിസ്ത്യാനികളെ പറ്റി പാശ്ചാത്യർ കൂടുതൽ അറിയാനിടയാവുകയും വേദപുസ്തകം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുവാനുള്ള ശ്രമം ആരംഭിക്കുകയും ചെയ്തു. ആ ശ്രമത്തിന്റെ പരിണത ഫലമായി 1817 വേദപുസ്തകം പൂർണ്ണമായി തർജ്ജമ ചെയ്യുവാനും കോട്ടയത്ത് നിന്ന് അത് പ്രസിദ്ധമാക്കുവാനും ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യ തീരുമാനിച്ചു. അതിനുവേണ്ടി ചർച്ച് മിഷണറി സൊസൈറ്റി, അതായത് CMS റവറൻ ബെഞ്ചമിൻ ബെയ്ലിയുടെ സേവനം വിട്ടുകൊടുക്കുകയും ചെയ്തു. അദ്ദേഹവും മറ്റനേകം വ്യക്തികളും ചേർന്ന് ഉള്ള പരിശ്രമത്തിന്റെ ഫലമായി ഇന്ന് നാം കാണുന്ന വേദപുസ്തകം നമുക്ക് കൈവശമായി. BSIയുടെ സത്യവേദ പുസ്തകമാണ് നാം ഉപയോഗിക്കുന്ന ഇന്നത്തെ ബൈബിൾ. കേരള കത്തോലിക്ക സഭയും യാക്കോബായ സഭയും ഒഴിച്ചുള്ള മിക്കവാറും എല്ലാ കേരള
ക്രൈസ്തവ സഭകളും 1910 പുറത്തിറങ്ങിയ ഈ ബൈബിൾ പരിഭാഷയാണ് ഉപയോഗിക്കുന്നത്. വേദപുസ്തകത്തിലെ ഏതാനും ചില കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊള്ളട്ടെ. ബൈബിൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പുസ്തകം എന്നാണ്. പഴയ നിയമം എഴുതിയത് എബ്രായ ഭാഷയിലാണ്, പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലും. യഹൂദന്മാരുടെ ബൈബിൾ എന്ന് നമ്മൾ അറിയപ്പെടുന്നത് പഴയ നിയമത്തിലെ ഏതാനും ചില പുസ്തകങ്ങൾ ചേർത്ത് 24 പുസ്തകങ്ങൾ ചേർന്ന ഒന്നാണ്. അതിനെക്കുറിച്ച് പിന്നെ എപ്പോഴെങ്കിലും ഞാൻ വളരെ വിശദമായി നിങ്ങളോട് പറയാം. ബൈബിൾ ആദ്യം അച്ചടിച്ചത് ആര്? ഹെർമൻ ഗുട്ടൻബർഗ് ആണ്. ബൈബിൾ ഇംഗ്ലീഷ് ഭാഷയിൽ വിവർത്തനം ചെയ്തത് ജോൺ വിക്ലിഫ് ആണ്. ബൈബിൾ ചൈനീസ് ഭാഷയിൽ വിവർത്തനം ചെയ്തത് റോബർട്ട് ചെറിസൺ ആണ്. ബൈബിൾ ജർമ്മൻ ഭാഷയിൽ വിവർത്തനം ചെയ്തത് മാർട്ടിൻ ലൂതർ ആണ്. ക്രിസ്തു എന്നത് യവന ഭാഷയാണ്. മശിഹ എന്നത് എബ്രായ ഭാഷയാണ്. അരാമ്യ ഭാഷ കൂടുതൽ കാണുന്നത് മർക്കോസിന്റെ സുവിശേഷത്തിലാണ്. ഏറ്റവും വലിയ അധ്യായം എന്ന് പറയുന്നത് 119 സങ്കീർത്തനം ആണ്. വാക്യങ്ങൾ 176 അതിലുണ്ട്. ഏറ്റവും ചെറിയ വേദപുസ്തകം ഏറ്റവും ചെറിയ അധ്യായം എന്ന് പറയുന്നത് 117 സങ്കീർത്തനം. അതിൽ 2 വാക്യങ്ങളാണുള്ളത്. ഏറ്റവും വലിയ വാക്യം എന്ന് പറയുന്നത് എസ്തേറിന്റെ 8 അധ്യായം 9 വാക്യമാണ്. ഏറ്റവും ചെറിയ വാക്യം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം 20:15 ആണ്. അതിൽ ഇത്ര മാത്രമേ എഴുതിയിട്ടുള്ളൂ, മോഷ്ടിക്കരുത്. പഴയ നിയമത്തെ എത്രയായി തിരിക്കാം എന്ന് പറഞ്ഞാൽ അത് 5 തിരിക്കാം എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഒന്നാമത്തത് പഞ്ചഗ്രന്ഥങ്ങൾ ഉൽപ്പത്തി മുതൽ ആവർത്തനം വരെയും, രണ്ടാമത്തത് ചരിത്ര ഗ്രന്ഥങ്ങൾ യോശുവ മുതൽ എസ്തേർ വരെയും, മൂന്നാമത്തത് പദ്യഗ്രന്ഥങ്ങൾ യോബ്, സങ്കീർത്തനങ്ങൾ, സഭാപ്രസംഗി, ഉത്തമഗീതം, വിലാപങ്ങൾ, ഇങ്ങനെ 5 പ്രവചന ഗ്രന്ഥങ്ങൾ എന്ന് പറയുന്നത് യെശയ്യാവ് മുതൽ മാലാഖി വരെയുള്ള 16 പുസ്തകങ്ങളാണ്. പിന്നീട് സദൃശവാക്യ ഗ്രന്ഥമാണ് ഉള്ളത്, അതായത് സദൃശവാക്യങ്ങൾ. ഇങ്ങനെ 39 പുസ്തകങ്ങളാണ് ഇതിലുള്ളത്. പുതിയ നിയമത്തെ നമുക്ക് 4 തിരിക്കാം. ഒന്നാമത്തത് സുവിശേഷങ്ങൾ, അതായത് അതിൽ 4 പുസ്തകങ്ങളുണ്ട്. പ്രാഥമിക ചരിത്രം എന്ന് പറയുന്നത് ആവർത്തന, അപ്പോസ്തല പ്രവൃത്തികളാണ്. പിന്നീട് 21 ലേഖനങ്ങൾ ഉള്ളതായിട്ട് നമുക്ക് ഏവർക്കും അറിയാം. നാലാമതായിട്ടുള്ളത് പ്രവചന പുസ്തകം, വെളിപാട് പുസ്തകം, അതായത് വെളിപാട് സാഹിത്യം എന്നറിയപ്പെടുന്നത്. ഇന്ന് ഈ ബൈബിളിൻ്റെ ഒരു സമ്മറി മാത്രമാണ് നിങ്ങൾക്ക് ഞാൻ സമർപ്പിച്ചത്. ഇത് ശരിയായ രീതിയിൽ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കുകയും അതിന് പ്രകാരം നമുക്ക് ജീവിക്കുവാൻ സാധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും. അതിനായി നമുക്ക് ശ്രമിക്കാം. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.